ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം T20 മത്സരം. നമുക്കറിയാം രണ്ടാമത്തെ മത്സരം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ആരാധകർ എത്രത്തോളം ആവേശത്തിലാണ് എന്നുള്ളത്. വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി വെടിക്കെട്ട് ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അത് മാത്രമല്ല, നമ്മുടെ ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ പറഞ്ഞത് ഈ ഇന്ത്യൻ ടീമിനെതിരെ വിജയിക്കാൻ എത്ര റണ്ണ് നിങ്ങൾ വേണമായിരുന്നു എന്ന് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ സാൻഡർ പറഞ്ഞത് ഇന്ത്യക്കെതിരെ 300 അടിച്ചാലും ജയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, ഈ ഇഷാൻ കിഷന്റെ ആ വെടിക്കെട്ട്, ഇഷാൻ കിഷൻ മത്സരത്തിന് ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു കാര്യം, ഇഷാന് ലഞ്ചിന് എന്താണ് കഴിച്ചതെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെ അതും 2 വിക്കറ്റ് 6 റൺ എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ട ഒരു ടീമിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ സമയത്ത് മാച്ച് ഇവിടെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് അല്പം നിരാശ തോന്നിയിട്ട് നമ്മൾ മാച്ച് കാണാതെ വിട്ടിരുന്നെങ്കിൽ വലിയൊരു വെടിക്കെട്ടായിരുന്നു നമുക്ക് നഷ്ടമാകുമായിരുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അപ്പുറത്ത് നമ്മുടെ സഞ്ജു അത്ര ഒരു ഹാപ്പി അല്ല. അത് ഒരു സത്യമാണത്. അതിന് കാരണം ഇഷാൻ ഫോമിലെത്തിയതൊന്നല്ല. ഇഷാൻ ഫോമിലെത്തുന്നത് നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അതിന്റെ ഡെപ്തും ഇതൊക്കെ. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജുവിന് ഇത്തരം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പണിയാവാൻ സാധ്യത ഉണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ, കാരണം നമുക്കറിയാം സഞ്ജുവിനെ എത്രത്തോളം നന്നായി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാറ്റിയതാണ്. അപ്പൊ പിന്നെ കളിക്കാത്ത സമയത്ത് എങ്ങനെയാവും എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും നമ്മള് അതിലൊരു വിഷമം അല്ലെങ്കിൽ ഒരു നിരാശ, ഒരു ആശങ്കയുണ്ട്. മലയാളി താരം പിന്നെ ലോകകപ്പ് കളിക്കുക കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞാണ്, കഴിഞ്ഞ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ട് ഒരു മത്സരം പോലും കളിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഇത്തവണ വീണ്ടും അതേ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിലിപ്പോൾ ആകെ ഒരു ആശ്വാസമുള്ളത് സഞ്ജു റൈറ്റ് ഹാൻഡ് ആണ്, ഇഷാൻ ലെഫ്റ്റ് ഹാൻഡ് ആണ്. 2 ലെഫ്റ്റ് ഹാൻഡ് വരെ ഓപ്പണിംഗിലേക്ക് ഇറക്കില്ല എന്നും ഒരു പ്രതീക്ഷ, ലോകകപ്പിലേക്ക് ഇറക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിൽ ആശങ്ക എനിക്കത്രയും തോന്നുന്നില്ല. കാരണം സഞ്ജുവിൻ്റെ കഴിഞ്ഞ ഒരു 8 ഇന്നിങ്സ് നോക്കിയാൽ ഒരു 50 വന്നില്ല എന്നൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ സഞ്ജു നല്ല ടച്ചിലായിരുന്നു എന്ന് കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ നമ്മൾ കണ്ടാണ്, അവസരത്തിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കപ്പെട്ട ആവശ്യമില്ല. സഞ്ജു ഇന്ന് തിരിച്ചെത്തിയേക്കും, ഇന്ന് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഈ പരമ്പരയിൽ തന്നെ തിരിച്ചെത്തുന്ന സംശയമൊന്നുമില്ല. അപ്പോൾ അത് പറയുമ്പോൾ ന്യൂസിലാൻഡ് ഇതൊരു മികച്ച റെക്കോർഡ് താരത്തിനില്ല എന്ന സാധനം ഇവിടെ എടുത്ത് കാണുന്നുണ്ട്. ഷിഷാന്റെ തിരിച്ചറിവ് 2 വർഷത്തിനകം ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന ഫോമായിട്ട് തിരിച്ച് ദേശീയ ടീമിലേക്ക് വരുന്നു. അവിടെ ആദ്യത്തെ മത്സരത്തിൽ ഒന്ന് പാളിപ്പോന്നു. പക്ഷേ 2ാം മത്സരത്തിൽ കിടിലം, ഇപ്പം സൈഫ് പറഞ്ഞ തന്നെ കിടിലം മത്സരം വരുന്നു. അത് ഒരു നല്ലൊരു ഇന്നിങ്സ്. ഇപ്പം സൂര്യകുമാർ യാദവ് പറഞ്ഞത് ആ സംശയം നമുക്കുണ്ട്. ഇവൻ്റെ പഴയ ബാറ്റിൽ സ്പ്രിങ്ങിൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഡൗട്ട് തോന്നുക, അങ്ങനെ അടിയാണ്. അത് എന്താണോ ഇഷാൻ കിഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് വരുന്നു. ഇഷാന്റെ ശൈലി പണ്ടേ തന്നെയായിരുന്നു. പോക്കറ്റ് ഡൈനാമോ അയാളെ വിളിക്കുന്നത് വെറുതെ അല്ലല്ലോ. അതിനേക്കാൾ ഇതായിട്ട് എനിക്ക് തോന്നുന്നു സൂര്യകുമാറിനെ തിരിച്ചറിവ് 2 ഇന്ത്യൻ ടീമിനെ വെച്ച് നോക്കുമ്പം ഈ പരമ്പരയ്ക്ക് മുന്നേ നമുക്ക് ആശങ്കയൊന്നുമില്ല. സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് എത്തി. ഇപ്പോൾ ഓപ്പണിങ്ങിലേക്ക് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ സഞ്ജു ഫോമിലല്ലെങ്കിൽ ഇഷാനെ കളിപ്പിക്കും. 2 ലെഫ്റ്റ് ഹാൻഡ് വന്നാലും വലിയ അത്ഭുതമൊന്നുമില്ല. ഇഷാൻ കളിച്ചാലും നമുക്കിപ്പോൾ നോക്കുക ഡെപ്ത് തിലക് വർമ്മ കൂടെ തിരിച്ചെത്തുമ്പോഴേക്ക് നല്ല ടീമായിട്ട് മാറും. ലോകകപ്പിലേക്ക് മികച്ച സ്ക്വാഡാവും. പക്ഷെ അവിടെ സഞ്ജു കളിക്കണമെന്നുള്ള സഞ്ജുവിലുള്ള ആരാധന, ഒരു വ്യക്തിപരമായ ഒരു അടുപ്പ് നമുക്ക് തോന്നുമ്പം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമുക്ക് തോന്നുന്നു. അല്ല, ഞാൻ പറയുമ്പോൾ ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇന്ത്യൻ ടീമിലുണ്ട് നിലവിൽ. അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ഈ പറയുന്ന ഡെക്കായിട്ട് മടങ്ങുന്ന സമയത്ത് അഭിഷേക് തന്റെ ഞാൻ കുറെ കാലമായിട്ട് എടുക്കുന്ന നീയൊന്നും പണിയെടുക്കുന്ന പറഞ്ഞിട്ട് വീഡിയോയിൽ കണ്ടല്ലോ, ഇഷ്ടം കൊടുത്തിട്ട് പോകുന്ന. അതെ. അപ്പൊ ഞാൻ അങ്ങനെ കൊടുത്തു പോകുന്ന സമയത്ത് നമ്മൾ സൂര്യകുമാർ യാദവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അഭിഷേക് ഒരു പ്യുവർ T20 ബാറ്റർ ആണെന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവ് ആ പേര് മുമ്പ് കേട്ട ഒരാളാണ്, ഒരു പ്യുവർ T20 ബാറ്റർ. അതത്രയും ഒരു എല്ലാ തരത്തിലും 360 ഡിഗ്രിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരത്തിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യയുടെ ഒരു ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്റ്റൻസി മാത്രമായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സൂര്യകുമാർ യാദവിന്റെ കയ്യിൽ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ സഞ്ജുവിന് മാറ്റി നിർത്താനുള്ള ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു ആധിക്യമാണ്. പക്ഷെ തുടർച്ചയായിട്ട് സഞ്ജു നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ ഗില്ലിനെ മാറ്റി നിർത്തിയതിനെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം വരും. കാരണം ഗില്ലിനെ എന്ത് പേരിലാണ് മാറ്റി നിർത്തിയത് അതേ വിഷയത്തിലൂടെ തന്നെയാണ് സഞ്ജു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. വേറെ താരങ്ങളുണ്ട്. ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ പോലുള്ള താരങ്ങൾ T20 വേറെ ഇന്ത്യനെ സംബന്ധിച്ച് വലത് ഈ വലങ്ങയും ബാറ്റർമാര് കുറെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ശ്രേയസ് അയ്യരെ പോലെ ഒരു താരം നിൽക്കുന്നുണ്ട്. അതെ, സ്ക്വാഡിലുണ്ട്. ഇപ്പൊ ഞാൻ കരുതുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ തിലക് 4ാമത്തെ T20 മത്സരത്തിന് തിരിച്ചു വരുന്നതാണ് പറയുന്നത്. പക്ഷെ അതിൽ നമുക്കറിയില്ല, ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ തിലക് എന്തായാലും പരിക്കിൽ നിന്ന് മുക്തനായിട്ട് തിലക് പരിശീലനം അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ
എനിക്ക് തോന്നുന്നത് നിലവിൽ ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിൽ ഉണ്ട് തിലക്. അപ്പൊ നമുക്കറിയാം സെന്റർ ഓഫ് എക്സലൻസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പരിക്കിൽ നിന്ന് ഇത് ചെയ്തിട്ട് അതിന്റെ ബാക്കിയുള്ള ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ ഈ നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് 4ാമത്തെ T20 അല്ലെങ്കിൽ 5ാമത്തെ T20 തിലക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിനു മുമ്പ് ഇന്ത്യ ഒരു പരീക്ഷണത്തിന് മുതിരുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. അതായത് ഇഷാന ഓപ്പണിംഗ് ഇറക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ ഇഷാന ഓപ്പണിംഗ് കളിച്ച പോലെയാണ്. ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇഷാൻ വരുന്നത്. ഇഷാന ഓപ്പണിംഗ് ഇറക്കിയിട്ട് ശ്രേയസ് അയ്യറിനെ ഈ പറയുന്ന വൺ കളിപ്പിക്കും. അപ്പൊ കുഴപ്പമില്ല, ടോപ്പ് ഓർഡറിൽ ഒരു 2 റൈറ്റ് ഹാൻഡേഴ്സും ഉണ്ട്, 2 ലെഫ്റ്റ് ഹാൻഡേഴ്സും ഉണ്ട്. ഇപ്പൊ സൂര്യകുമാർ യാദവ് വരുമ്പോ സൂര്യകുമാർ യാദവ് മധ്യനിര നമുക്ക് പറയാം, പക്ഷെ എന്നാൽ പോലും ആ ഒരു രീതിയിൽ ഇപ്പൊ നിലവിലുള്ളത് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് എങ്ങനെയായിരുന്നു, അതായത് തിലക് വരുന്നത് 1 ഡൗൺ ആയിരുന്നു എന്നുള്ള വ്യത്യാസം. ആ വ്യത്യാസം 2 ഓപ്പണർമാരെ ഇറക്കിയിട്ട് 1 ഡൗൺ അങ്ങനെ ഒരു ഇത് ഇന്ത്യ അങ്ങനെ നമുക്കറിയില്ല. അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അല്ല, ഞാൻ പറയാൻ കാരണം അറിയോ, തിലക് വരുന്നതിന് മുമ്പാണ് ഈ പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. അതാണ് തിലക് വരുന്നതിന് ഇന്നത്തെ മത്സരം കൂടി 3ാമത്തെ മത്സരത്തിലൂടെ തിലക് ശ്രേയസ് ടീമിലുള്ളൂ 3 മത്സരങ്ങളാണ് വന്നത്. പക്ഷെ അങ്ങനെ വരുത്തി ഇപ്പൊ മാറ്റം വരുത്തി അത് കോമ വിജയിച്ചു. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ ഇപ്പൊ 4ാം മത്സരത്തിലേക്ക് വീണ്ടും വരുമ്പോഴേക്ക് പിന്നെ തിലക് ഉണ്ട്. പക്ഷെ തിലകിനെ വെച്ചിട്ട് 3 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ചിട്ട് എന്തായാലും കളിപ്പിക്കുമല്ലോ, സൂര്യക്ക് പ്രൊമോഷൻ ഇടയ്ക്ക് കളിപ്പിക്കാം. പക്ഷെ അത് നിൽക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിന് ആത്മവിശ്വാസം പിന്നെ കളയുന്നൊരു നടപടിയായിപ്പോൾ. കാരണം ഇപ്പോൾ സൈഫ് നേരത്തെ പറഞ്ഞു സഞ്ജു മികച്ച ഫോമിൽ കളിക്കുമ്പോൾ സഞ്ജുവിനെ എടുത്ത് മാറ്റിയത്, ആ ടോപ്പ് ഓർഡറിന് എടുത്ത് മാറ്റി മധ്യനിരയിൽ പല സ്ഥലത്ത് കൊണ്ടിട്ടു, ആ ഒരു താളം ഇല്ലാണ്ടാക്കി. ഇപ്പം ഞാൻ ആദ്യം പറയുമ്പോൾ 8 മത്സരങ്ങളിൽ 50 വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ 8 മത്സരങ്ങളിൽ ടോപ്പ് സ്കോറർ 37 ദക്ഷിണാഫ്രിക്കയുടെ കഴിഞ്ഞ മാസത്തിൽ ലാസ്റ്റ് മത്സരത്തിൽ റെഡിയാണ്. അതായത് ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് റെഡിയാണ്. ആ മത്സരത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നത്തെ 2 മത്സരങ്ങൾ ഇപ്പം പറഞ്ഞാൽ തന്നെ വീണ്ടും ഓപ്പണിംഗിൽ ഇറങ്ങി വയ്ക്കും. അത് 2 മികച്ച പ്രകടനം വന്നില്ല. പക്ഷെ അതെന്തിനു പറയുമ്പോഴും ടോപ്പ് ഓർഡറിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന താരത്തിന്റെ ഒഴുക്ക് BCCI തന്നെയാണ് കളഞ്ഞത് എടുത്തിട്ട്. ഈ 2025 തുടക്കത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ 5 മത്സരങ്ങളിലും സഞ്ജു ഓപ്പണർ ആയിരുന്നു സത്യത്തിൽ. ഏഷ്യ കപ്പിന്റെ അവിടുന്നാണ് പ്രശ്നം തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരമ്പര കൊണ്ട് മാത്രം സഞ്ജുവിന് അളക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതിനു മുമ്പ് ഈ 25 ആദ്യത്തെ മത്സരം എന്നത് വന്നത്, അതിന് മുന്നേ 24 മികച്ച ഫോമിൽ 25 ആദ്യത്തെ മത്സരത്തിൽ ഇത് വന്ന് പോയി. പിന്നെ നമുക്കറിയാം ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ഈ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോഴേക്കാണ് ഗില്ല് വന്ന് ആ സ്ഥാനങ്ങൾ പോയത്. അപ്പൊ അവിടെ നിന്ന് താളം പോയിട്ടുണ്ട്. അതിന് ശേഷം വന്ന് ഈ ദക്ഷിണാഫ്രിക്കയെ വീണ്ടും ഓപ്പണിംഗിൽ അവസരം ലഭിച്ചു, അതിൽ സഞ്ജു തിളങ്ങി. പിന്നെ വീണ്ടും നമ്മൾക്ക് വേണ്ടി 2 പ്രശ്നം ഉണ്ടായല്ലോ. പക്ഷേ ഈ 2 വർഷം തിളങ്ങാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ ശ്രേയസിനെ കൊണ്ടുവന്നൊരു മാറ്റം വരുത്തി. അതിൽ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ തന്നെ അതിൽ ശ്രേയസ് തിളങ്ങണമെന്നില്ല, തിളങ്ങിയാലും ഓക്കെ. അത് ഇഷാൻ വീണ്ടും തിളങ്ങണമെന്നില്ല, തിളങ്ങിയാലും ഓക്കെ. അങ്ങനെ അതെന്തോ റിസൾട്ട് എന്തോ ആവട്ടെ, അങ്ങനെ മാറ്റം വരുത്തിയാൽ അവിടെ സഞ്ജുവിന്റെ കോൺഫിഡൻസ് ലെവൽ വീണ്ടും താഴേക്ക് പോകും. ഒരു സംശയമില്ല. ലോകകപ്പിന് മുമ്പ് ഒരു മികച്ച ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ബാറ്റ്സ്മാൻ്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കൊണ്ട് താരത്തെ ആത്മവിശ്വാസം കളയുന്ന നടപടിയാകും. അതിന് BCCI മുതിരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുതിരില്ലാതെ ഞാൻ പറയുന്നില്ല, അതിന് സാധ്യതയുണ്ട്. ഈ പറഞ്ഞാൽ തന്നെ മികച്ച ഗംഭീറിന്റെ കാര്യം അത് ഗംഭീർ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് എന്താണെന്ന് പറയാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു പരമ്പര നമുക്കൊരു ഒരു പരിശീലന മത്സരം മാത്രമാണ്. ലോകകപ്പിൽ എത്തുമ്പോഴേക്ക് ഇപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് നോക്കണം. ഈ സഞ്ജുവിന്റെ പറഞ്ഞല്ലോ, അതിന് മുന്നേ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനിലായാലും 100 മാർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 110 മാർക്ക് കൊടുക്കാം, ഒരു സംശയമില്ല. നമ്മൾ പലപ്പോഴും പറയാണ്. പക്ഷെ ബാറ്റിംഗ് പ്രകടനം നോക്കുമ്പോൾ സഞ്ജു ഫോം ഔട്ട് ആവുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഫോം ഔട്ട് ആവുന്ന ഗിൽഡിന്റെ പറയുമ്പോഴേക്ക് മുന്നേ അയാൾ പോയാണ്. ആ ബാറ്റിംഗ് നമ്പറിൽ 4ാം നമ്പറിലേക്ക് പോയിട്ട് ഇപ്പോൾ അത് തിരിച്ചു വന്നത്, ഈ ഘട്ടത്തിൽ തിരിച്ചു വന്നത്. സഞ്ജു തിരിച്ചു വരും. സഞ്ജു ഇപ്പം ലോകകപ്പിലേക്ക് തിരിച്ചു വരുന്ന യാതൊരു സംശയമില്ല. ലോകകപ്പൊന്നും വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സഞ്ജു നമ്മൾ വളരെയധികം നമുക്ക് പ്രതീക്ഷ ഉള്ള ഒരു താരമാണ്. സഞ്ജുവിന് വേണ്ടി ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജുവിനോടുള്ള ഇഷ്ടവും സഞ്ജു എത്രത്തോളം തന്റെ കരിയറിൽ സഞ്ജു അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള നമുക്കറിയാം. അത്തരത്തില് അല്ല, തുടർച്ചയായിട്ട് തഴയപ്പെടുന്ന താരങ്ങളോട് നമുക്കൊരു വലിയ ഇഷ്ടം ഉണ്ടാവും. എന്തൊക്കെ ചെയ്തിട്ട് എന്താണ് സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തത് എന്നുള്ള ഒരു സാധനം, ആ വികാരത്തിന്റെ പുറത്തുണ്ടായ ഫാൻസ് ആണ് കൂടുതൽ. ഈ സഞ്ജു കരുന്നേരൊക്കെ കിട്ടുന്ന അവസരത്തിൽ പിന്നെ മുതലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചല്ലേ സഞ്ജു പിന്നെ സ്ഥിരതയില്ലാത്ത താരല്ലേ, ഇപ്പൊ വീണ്ടും ടീമിലേക്ക് വന്ന സ്ഥിരത വന്നിട്ടാണോ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വാലിഡായി നിൽക്കുവാണെങ്കിൽ ഈ ആകാശ് ചോപ്ര പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ സഞ്ജുവിന്റെ പെർഫോമൻസ് ഭൂതക്കണ്ണാടി വെച്ചിട്ട് നോക്കുന്നത്? അത് നിലവിലെ ഇന്ത്യൻ ടീമിന്റെ സാഹചര്യം വെച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. സഞ്ജു കളിക്കുക ഇപ്പൊ എല്ലാ മത്സരത്തിലും സെഞ്ചുറി അടിക്കണം എന്നല്ല പറയുന്നത്, ഒരു നല്ല ടച്ചിൽ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഫീൽ ചെയ്യിപ്പിക്കണം. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഔട്ടുകളാണ്, വിക്കറ്റുകളാണ്. സിമ്പിൾ ആയിട്ട് വിക്കറ്റ് കളയുക എന്നുള്ള ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത് സഞ്ജു കുറച്ചുകൂടി കൂളായിട്ട് കളിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ വല്ലാത്തൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സഞ്ജുവിനെതിരെയുള്ള ഒരു വിമർശനം എന്താണ്, PR ആണ് ഇതാണെന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ഒരിക്കലും ഈ നിലവിലുള്ള സഞ്ജുവിന്റെ ഫോംസ് ഈ പറയുന്ന ആരാധകരെ ഫാൻസ് ഒരിക്കലും ഒരു PR അല്ല. കാരണം അത് സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, ആ ഇഷ്ടം ഉണ്ടാകാൻ കാരണം എന്താണ്, നിരന്തരമായി തഴയപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ നിരന്തരമായി തഴയപ്പെട്ടതുകൊണ്ട് നമ്മൾ സഞ്ജുവിന്റെ കൂടെ ഒരു
നിൽക്കുന്നു അല്ലെങ്കിൽ ശ്രേയസയ്യറിനോട് ഒരു നമുക്ക് താല്പര്യം കാരണം ഈ പറഞ്ഞ നടപടികൾ തിരിച്ചു വരുന്ന സമയത്തായിരുന്നു. അതങ്ങനെയാണ്, അതൊന്നും സ്വാഭാവികം ഉണ്ടാവുന്നതാണ്. ഇഷാൻ കിഷനോടും നമുക്ക് ഇഷാൻ കിഷന്റെ കേസ് നമുക്ക് നമുക്ക് ഇതേപോലെ താല്പര്യമുള്ള നമ്മൾ വരണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇഷാൻ വരുമ്പോൾ നമുക്ക് സഞ്ജുവിനെ ബാധിക്കുന്ന ഒരു പേടി കൊണ്ട് ചിലപ്പോൾ ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ ഡൗസ് ഇറക്കുള്ളൂ. അല്ല, സഞ്ജുവിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകകപ്പ് സഞ്ജുവിന് കളിച്ചേ പറ്റും. തീർച്ചയായും അത് കരിയറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ആ ലോകകപ്പ് ഒരിക്കലും ലോകകപ്പ് ടീമിൽ സഞ്ജു പുറത്താകാൻ പറ്റില്ല. മാത്രമല്ല തിരുവനന്തപുരത്ത് സഞ്ജു കളിച്ചു. അതാണ് ഞാൻ പറയാൻ രണ്ട് കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇഷ്ടം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഋഷഭ് പന്തിനോട് ചിലപ്പോൾ നമുക്ക് ഇത്രതരം ദേഷ്യം തോന്നുന്ന കാരണം ഈ ഒരു കാരണമാണ്. പണ്ട് ഈ തിരുവനന്തപുരത്ത് കളിക്കാൻ വന്നപ്പോൾ കഴിഞ്ഞ തവണ സഞ്ജു സ്കോളേഴ്സ് കളിക്കാൻ വന്നപ്പം ഒരു ക്യാച്ചാണെന്ന് എനിക്ക് സംശയമില്ല, ഒരു ബോൾ ഡ്രോപ്പ് ആയ സമയത്ത് കൂവി വിളിക്കുന്നത് കണ്ടിരുന്നല്ലേ. ആ രീതിയിലേക്ക് ഒന്ന് ആരാധനയുടെ മറ്റൊരു തലമാണത്. അത് പറഞ്ഞ് PR വർക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ആരാധനയല്ല അത് ഈ പറഞ്ഞ ഒറിജിനൽ എന്താണ് നമുക്ക് താരത്തോട് താല്പര്യം. ഇപ്പൊ നമ്മൾ നോക്ക് ഈ ഇതിന് തന്നെ ഇപ്പൊ തിരുവനന്തപുരത്തെ മത്സരങ്ങളുടെ ടിക്കറ്റ് വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് ഫുള്ള് വിറ്റുപോയത്. അത് നമ്മൾ അത്രയും സഞ്ജുവിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ഈ മൂന്നാമത്തെ T20 വരികയാണെങ്കിൽ ഗുവാഹത്തിയിലാണ് മത്സരം. 2 തവണ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെട്ട ഗ്രൗണ്ടാണ്. വളരെ ഹൈ സ്കോറിംഗ് മാച്ചസ് വന്നിട്ടുള്ള ഇന്ത്യയുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കോർ 237 മാത്രമല്ല ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരു 4-5 തവണ ഒരു ടീം 200-ലധികം റണ്ണ് സ്കോർ ചെയ്തിട്ടുള്ള മൈതാനമാണ്. ഇന്ത്യ 118 റണ്ണിന് ഓൾ ഔട്ട് ആയിട്ടുള്ള മൈതാനമാണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യ 4 മത്സരങ്ങളിലൂടെ കളിച്ചിട്ടുണ്ട് T20. അതിൽ 2 തവണ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടു, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഒരു മത്സരം വിജയിച്ചു. ഇന്ത്യ 237 റണ്ണ് ഇന്ത്യ നേടിയിട്ടുണ്ട് ഇവിടെ ഈ മൈതാനത്ത്. ഇതാണ് ഇവിടുത്തെ ഹൈ സ്കോർ. മാത്രമല്ല സൂര്യകുമാർ യാദവ് 2 മത്സരങ്ങൾ കളിച്ചിട്ട് 100 റൺ അടിച്ച ഗ്രൗണ്ടാണ്. അതായത് 61 ഇത് 61-39 നല്ല സ്കോർ വന്നിട്ടുള്ള ഒരു മൈതാനാണ്. ഇന്ത്യ ഈ ടോട്ടൽ ഇത് നോക്കുകയാണെങ്കിൽ 4 മാച്ചിൽ 1 മത്സരം മാത്രമേ ഇന്ത്യക്ക് അവിടെ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. 2 മത്സരം തോറ്റിട്ടുണ്ട് എന്നുള്ളത് ഒരു നിരാശ ഉള്ള ഒരു കാര്യമാണ്. ന്യൂസിലാൻഡ് നമുക്കറിയാം, ന്യൂസിലാൻഡിനെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ 3 മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ന്യൂസിലാൻഡ് കളിച്ചത്. അപ്പോൾ അത്ര അധികം ഒരു നല്ല ഇതുള്ള ഡെപ്ത് ഉള്ള ഒരു ടീമാണ് ന്യൂസിലാൻഡ്. അതിനകത്ത് ഒരു സംശയമില്ല. ബാറ്റ് ചെയ്യുന്ന നമുക്കറിയാം, ഒരു തുടക്കം കണ്ട് വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ആ മധ്യ ഓവറുകളിലെ ചില വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതും പല താരങ്ങളും നമുക്കറിയാം ഒരു നല്ല സ്കോർ വന്നു. മിക്കവാറും എല്ലാവരും നല്ല സ്ട്രൈക്ക് റേറ്റിലെ ബാറ്റ് ചെയ്തു. പക്ഷെ 1-2 താരങ്ങൾ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇന്നലത്തെ കളി കുറച്ചും കൂടി ടൈറ്റ് ആവുമായിരുന്നു. ഇന്ത്യനെ സംബന്ധിച്ച് ടൈറ്റ് ഒന്നും ആവില്ല, പക്ഷെ കുറച്ചുകൂടി റൺ ഇന്ത്യക്ക് 5 ഓവർ ബാക്കി എടുക്കണ്ട. 5 ഓവറിലടിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 റണ്ണെങ്കിലും മറ്റേ ഇത് ചെയ്യണം, മുന്നോട്ട് റണ്ണ് നമ്മൾ ചേസ് ചെയ്ത് അത്ര ചെറിയ പന്ത് ചേസ് ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ പറഞ്ഞത് 300 അടിച്ചിട്ടും കാര്യമില്ല കൊടുക്കാമെന്ന്. സത്യമാണത്. ആ രീതിയിലേക്കാണ് നമ്മൾ ടീമിന്റെ ഫോം വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ബോളിംഗിൽ ചില കൺസേൺ ഉണ്ട്, ഡെത്ത് ഓവറിൽ ചില കൺസേൺ ഉണ്ട്, അങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട്. പക്ഷെ ബാറ്റിംഗ് കാര്യത്തിൽ ഇപ്പോൾ അതിന് മറികടക്കുന്നുണ്ട്. സൂര്യൻ കൂടെ വന്നപ്പം ഇഷാൻ കൂടെ വന്നപ്പം അഭിഷേകിന്റെ ഫോം നമുക്കറിയാം. അതിൽ സഞ്ജു കൂടെ സെറ്റായി കിട്ടിയാൽ നമുക്ക് യാതൊരു സംശയം ഈ പറഞ്ഞ 300 മുകളിൽ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്ന ടീമാണ്. പക്ഷേ ഈ പിച്ചിന്റെ ഇത് പറയുമ്പോൾ ഗുവാഹത്തിൽ നമുക്ക് നല്ല റെക്കോർഡില്ലാന്നൊരു സാധനമുണ്ട്. ന്യൂസിലാൻഡ് മികച്ച ടീമാണെന്നുകൊണ്ട് തന്നെ ഓരോ മത്സരം പറഞ്ഞാൽ ഇപ്പോൾ പരമ്പര നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂളായിട്ട് കളിക്കാൻ വേണ്ടി പറ്റൂ. പക്ഷേ ഇതിപ്പം പരമ്പര ലൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ അങ്ങനെ 2 ടീമും ജയിച്ചു വരികയും വേണം. പക്ഷേ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കില്ല, ഉറപ്പാണ്. ഈ പരമ്പര തൂത്തുവാരിയിട്ട് ലോകകപ്പിനെ കറങ്ങുമ്പോൾ തന്നെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അങ്ങനെ സാധിക്കും എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്കറിയാം സഞ്ജു സാംസണിന്റെ ഒരു പെർഫോമൻസിൽ സംഭവിക്കുന്ന ഒരു ഇടിവ്, അത് ഒരു വലിയ നിരാശ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫീൽഡിങ്ങിൽ വരുന്ന ഒരുപാട് പിഴവുകൾ. ഫീൽഡിങ്ങിൽ വരുന്ന പിഴവുകളാണ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ബാറ്റിങ്ങും ബോളിങ്ങും ഒരു പരിധി വരെ കരുത്തായിട്ട് നിൽക്കുമ്പോഴും ഫീൽഡിങ്ങിൽ പിഴവുകൾ സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് എതിർ ടീമിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഏഷ്യ കപ്പ് മുതലേ പറയുന്നതാണ്. ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ഫീൽഡിംഗ് എത്രത്തോളം ഇതായിരുന്നോ ആ ഒരു ഫീൽഡിങ്ങിൽ ഇന്ത്യൻ ടീം കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. അതേസമയം ഇന്ത്യയുടെ കരുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മിഡിൽ ഓർഡറിലും ഇന്ത്യ ടോപ്പ് ഓർഡറിലുള്ള ഇന്ത്യയുടെ ഈ ബാറ്റിങ്ങിന്റെ കരുത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ രജിനും അതുപോലെ തന്നെ കോൺവേ ഒക്കെ ഫോമിൽ നല്ല ടച്ചിൽ കളിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അർഷ്ദീപിനെ ആദ്യത്തെ 2 ഓവറിലും 18 റൺ വെച്ചിട്ടാണ് എടുത്ത് പറയേണ്ടതാണ്. മറുവശത്ത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ടുവന്ന സാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈ ആരാധകർക്കാണ് കുറച്ച് നെഞ്ചിടിപ്പ്.
ഓടുന്നത്. 2 ഓവറിൽ 49 റണ്ണാണ് സാക്ക് വഴങ്ങിയത് ആദ്യം. ആദ്യത്തെ ഓവറിൽ 24, രണ്ടാമത്തെ ഓവറിൽ 25. പിന്നെ എനിക്ക് തോന്നുന്നു ടോട്ടൽ 64 റണ്ണാണ് വഴങ്ങിയത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ബോളിങ്ങിൽ ചില ആശങ്കകളുണ്ട്. പല മാറ്റങ്ങളും ടീമിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ കെയിൽ ജാമീൻസിനൊക്കെ മാറ്റിയിട്ടാണ് അവര് ടീമിനെ കൊണ്ടുവന്നത്. ഇപ്പൊ ജാമീൻസിന് 54 റൺ വഴങ്ങുന്ന സാധ്യത ഉണ്ടായിരുന്നു 4 മത്സരത്തിൽ. അപ്പോൾ അത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് ബോളർമാരെ ഇത്രയധികം ഒരു മാറ്റം കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഗുവാഹത്തിയിൽ ഇന്ത്യയുടെ ഒരു വിജയം അതുപോലെ തന്നെ തുടരാൻ കഴിയുമെന്നും സഞ്ജുവിന്റെ ഒരു തിരിച്ചുവരവ്, സഞ്ജുവിന് അവസരം ലഭിക്കും, സഞ്ജുവിന്റെ ഒരു തിരിച്ചുവരവ് കാണാനാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കാണാനാകട്ടെ. കാരണം ഇനിയും വലിയ നെഞ്ചിടിപ്പോട് കൂടിയിട്ട് ഈ കളി ഇങ്ങനെ കാണാൻ, ഒരു കൂളായിരുന്ന സഞ്ജുവിന്റെ മാച്ച് കാണാൻ ഇപ്പൊ പറ്റുന്നില്ല. കാരണം സഞ്ജു ബാറ്റ് എടുത്ത് വരുമ്പോ ഏത് ഘട്ടത്തിലും എന്തും സംഭവിക്കാമെന്നുള്ള അതെ ആ ഒരു നെഞ്ചിരിപ്പ് നമുക്ക് അറിയാം അതുള്ളത്. പക്ഷെ ഈ മത്സരത്തിൽ അത് തിരുത്താൻ കഴിയട്ടെ. നമുക്ക് അതെ, അതായത് ഇനി കൂടുതൽ ഇന്ത്യൻ ടീമിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ചിന്തിക്കാനുള്ള അവസരം സഞ്ജു കൊടുക്കാതിരിക്കട്ടെ. അത് തന്നെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ നല്ലൊരു പെർഫോമൻസ് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.